അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 30 വ്യാഴാഴ്ച. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ടെത്തും. ഉച്ചകഴിഞ്ഞ് 3:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്ന മോദി ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലേക്ക് പോകും. കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കും. 1-ാം തീയതി ഉച്ചകഴിഞ്ഞ് നരേന്ദ്രമോദി മടങ്ങിപ്പോകും. റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി സിനിമ 1982 പുറത്തിറങ്ങുന്നതുവരെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞിരുന്നില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിചിത്രവാദത്തിനെതിരെ വിമർശനം കനക്കുന്നു. ഗാന്ധിജിയുടെ മഹത്തായ പാരമ്പര്യത്തെ പ്രധാനമന്ത്രി വിലകുറച്ചു കാണിക്കുകയാണെന്നാണ് കോൺഗ്രസ് വിമർശനം. രാഹുൽ ഗാന്ധി അടക്കമുള്ള നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മോദിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. കാലം എത്ര കഴിഞ്ഞാലും കൊലയാളികൾക്ക് കൂടെ കൂട്ടി കുടിയിരുത്താവുന്ന ഒന്നല്ല ഗാന്ധിയും അദ്ദേഹത്തിന്റെ മൂല്യങ്ങളെന്നും ഗാന്ധിയെ ഓർക്കാതിരിക്കുക എന്നതാണ് സംഘപരിവാറിനെ അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗാന്ധിയും നെഹ്റുവും കാണിച്ചു തന്ന വഴികൾ മോദിക്കും സംഘപരിവാറിനും സ്വപ്നത്തിൽ പോലും കാണാനാകില്ല. ഗാന്ധിയൻ ആശയസംഹിതകളുടെ പ്രയോഗം പരിവാർ സംഘടനകൾക്ക് മനസ്സിലായില്ലെങ്കിലും ലോകത്തിന് പണ്ടേ മനസ്സിലായതിനാൽ വഴിവിളക്കും ഊർജവും തിരുത്തലും സത്യവുമായി ഗാന്ധിജി ഇന്നും ലോകത്തിനു മുന്നിൽ പ്രസക്തനായി നിൽക്കുന്നുവെന്നും സതീശൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് കാലവർഷമെത്തി. ജൂൺ 3 വരെ വ്യാപക മഴ. കേരളത്തിൽ ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. 14 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട്. അടുത്ത ഒരാഴ്ച ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാർ കോഴ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രക്ഷോഭം തുടങ്ങുമെന്ന് UDF കൺവീനർ MM ഹസൻ. സഭ തുടങ്ങിയ ശേഷം പ്രതിഷേധ മാർച്ച് നടത്തും. ക്രൈംബ്രാഞ്ച് അന്വേഷണമല്ല UDF ആവശ്യപ്പെട്ടതെന്നും MM ഹസൻ പറഞ്ഞു. എക്സാലോജിക് കമ്പനിയുടെ പേരിൽ അബുദാബിയിലുള്ള അക്കൌണ്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഉപഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. SFIO അന്വേഷണത്തിന്റെ ഭാഗമായി ഈ പണമിടപാടും പരിശോധിക്കണമെന്നാണ് ആവശ്യം. വീണ വിജയനും മുൻ ബന്ധു M സുനീഷുമാണ് അക്കൌണ്ട് കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ തനിക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ടെന്നും ഹൈക്കോടതിയിൽ നൽകിയ ഉപഹർജിയിൽ ഷോൺ ജോർജ് വ്യക്തമാക്കി. സർക്കാർ ഭൂമിയിലെ ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കണമെന്ന ഉത്തരവുമായി കേരള ഹൈക്കോടതി. പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ അനുമതിയില്ലാതെ കയ്യേറി നിർമ്മിച്ച ആരാധനാലയങ്ങൾ നീക്കം ചെയ്യണം. പ്ലാന്റേഷൻ കോർപ്പറേഷൻ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കോൺഗ്രസ് MP ശശി തരൂരിന്റെ PA ഉൾപ്പെടെ 2 പേരെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. തരൂരിന്റെ PA ശിവകുമാർ പ്രസാദും കൂട്ടാളിയുമാണ് ദില്ലി വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റഡിയിലായത്. ഇവരിൽ നിന്ന് 500 ഗ്രാം സ്വർണം കണ്ടെത്തിയെന്ന് വാർത്താ ഏജൻസി അറിയിച്ചു. പേഴ്സണൽ സ്റ്റാഫിനെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പ്രതികരണവുമായി ശശി തരൂർ. ശിവകുമാർ പ്രസാദിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തത് ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ശശി തരൂർ എക്സിൽ അറിയിച്ചു. തന്റെ മുൻ സ്റ്റാഫ് അംഗമായിരുന്നു ശിവകുമാർ. വിമാനത്താവളത്തിലെ സഹായത്തിന് മാത്രമാണ് പാർട്ട് ടൈം സ്റ്റാഫായി തൽക്കാലത്തേക്ക് ശിവകുമാറിനെ നിയമിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. തെറ്റായ പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണമെന്നും ശശി തരൂർ പ്രതികരിച്ചു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ശശി തരൂർ MPയുടെ PA കസ്റ്റംസ് പിടിയിലായ സംഭവത്തിൽ പരിഹാസവുമായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. ആദ്യം കേരള മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്വർണ്ണക്കടത്തിൽ അറസ്റ്റിലായി. ഇപ്പോൾ കോൺഗ്രസ് MPയുടെ സഹായി അറസ്റ്റിലായിരിക്കുന്നു.
ഇന്ത്യ സഖ്യകക്ഷികളായ സിപിഎമ്മും കോൺഗ്രസും സ്വർണ്ണക്കടത്തിലും സഖ്യമായെന്ന് രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. ആഭ്യന്തര വകുപ്പിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗുണ്ടാബന്ധത്തെ വിമർശിച്ച് മുഖ്യമന്ത്രിക്ക് കത്തയച്ച പോലീസുകാരന് സസ്പെൻഷൻ. കോഴിക്കോട് സ്വദേശിയും പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിപിഒയുമായ ഉമേഷ് വള്ളിക്കുന്നിനെയാണ് സസ്പെൻഡ് ചെയ്തത്. മേലുദ്യോഗസ്ഥരെ മോശമായി ചിത്രീകരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നടപടി. അവസാനത്തെ ഗുണ്ടാവിരുന്നല്ല നടന്നതെന്നും ഇത്തരക്കാർ അനേകം പേർ സേനയ്ക്കകത്തുണ്ടെന്ന് ഡിജിപിയോ മുഖ്യമന്ത്രിയോ അറിയുന്നില്ലെന്നും കത്തിൽ പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ പ്രതിഷേധ സമരത്തിന് ലോക്കോ പൈലറ്റുമാർ. ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കാതെ കൃത്യമായ വ്യവസ്ഥകൾ പ്രകാരം ജോലി ചെയ്തുകൊണ്ടായിരിക്കും സമരം. തൊഴിൽ വിശ്രമവേളകളെക്കുറിച്ചുള്ള പ്രഖ്യാപിത വ്യവസ്ഥകൾ പാലിച്ചുള്ള അവകാശ പ്രഖ്യാപന പ്രതിഷേധമാണ് നടത്തുക. തുടർച്ചയായി ഡ്യൂട്ടി എടുപ്പിക്കുന്നതിൽ ഉൾപ്പെടെ പ്രതിഷേധിച്ചും 2016 അംഗീകരിച്ച ചട്ടങ്ങൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് സമരം. 12 കോടിയുടെ വിഷു ബമ്പർ ആലപ്പുഴ പഴവീട് സ്വദേശി വിശ്വംഭരനെ. കൈവന്നത് മഹാഭാഗ്യമെന്ന് വിശ്വംഭരൻ പറഞ്ഞു. സിആർപിഎഫ് വിമുക്ത ഭടനാണ് വിശ്വംഭരൻ. നിലവിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുകയാണ്. രാജ്യാന്തര അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണ സംഘം ഹൈദരാബാദിലെത്തി. 3-ാം പ്രതിക്കായാണ് ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. ഇറാനിലെ അവയവ മാഫിയ സംഘങ്ങളുമായി ബന്ധം സ്ഥാപിച്ചത് ഹൈദരാബാദിൽ വെച്ചാണെന്നാണ് കേസിൽ അറസ്റ്റിലായ 1-ാം പ്രതി സാബിത് നാസറിന്റെ മൊഴി. 4-ാം പ്രതി ആലുവ സ്വദേശി മധു ഇറാനിലാണ്. ഇയാളെ നാട്ടിലെത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേരള ബാങ്കിന് വിവരാവകാശ നിയമം ബാധകമാണെന്നും പൌരന്മാർക്ക് വിവരം നൽകുന്നതിന് വിവരാവകാശ നിയമം 2005 പ്രകാരം ബാധ്യതയുണ്ടെന്നും വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. PB ഹേമലത നൽകിയ പരാതി ഹർജി പരിഗണിച്ചാണ് കമ്മീഷൻ ഉത്തരവായത്. വിവരാവകാശ നിയമപ്രകാരം കേരള ബാങ്കിൽ നൽകിയ അപേക്ഷയിന്മേൽ വിവരം നൽകിയില്ലെന്നും അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നുമുള്ള പരാതി ഹർജിയിലാണ് കമ്മീഷൻ ഉത്തരവ്. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. NSIU ദേശീയ സെക്രട്ടറി രാജ് സമ്പത്ത് കുമാർ ആന്ധ്രയിൽ കൊല്ലപ്പെട്ടു. ആന്ധ്രയിലെ ധർമാവരത്തിനടുത്തുള്ള ഒരു തടാകത്തിന്റെ കരയിലാണ് ദേഹമാസകലം പരിക്കേറ്റ നിലയിലുള്ള മൃതദേഹം കണ്ടത്. കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി കൂടിയാണ് രാജ് സമ്പത്ത് കുമാർ. ഭൂമി ഇടപാടും വ്യക്തിവൈരാഗ്യവും മൂലം കൊലപ്പെടുത്തിയതെന്നാണ് സംശയം. നെയ്യാർ ഡാമിൽ കൂട്ടയടി നടന്ന വിവാദ KSU ക്യാമ്പിൽ രാജ് സമ്പത്ത് കുമാറും പങ്കെടുത്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം പ്രസിദ്ധീകരിക്കുന്നത് വൈകിയതിനെ വിമർശിച്ച് രാജ്യത്തെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡോക്ടർ SY ഖുറേഷി. വോട്ടെടുപ്പ് കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ വോട്ടിംഗ് ശതമാനം പ്രസിദ്ധീകരിക്കുന്നതായിരുന്നു മുൻ രീതിയെന്നും രാജ്യത്തെ 17ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന SY ഖുറേഷി വ്യക്തമാക്കി. 3-ാം തവണയും NDA സർക്കാർ അധികാരത്തിലെത്തിയാൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായ പരാതിയിൽ നീക്കം കടുപ്പിച്ച് പോലീസ്. രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ഹാജരാകാൻ വീണ്ടും നിർദ്ദേശം നൽകി. പോലീസ് ഔട്ട്പോസ്റ്റിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മൊഴി നൽകിയിട്ടുണ്ട്. തന്നെ പീഡിപ്പിക്കാൻ ഗവർണർ ഭരണഘടനാ പരിരക്ഷ ദുരുപയോഗം ചെയ്തുവെന്നും സമൂഹത്തിൽ തന്നെ മോശക്കാരിയാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും പരാതിക്കാരി ആരോപിച്ചു. ഇന്ത്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ മാറ്റമാണ് വരാനിരിക്കുന്നതെന്ന് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും സാമൂഹ്യ വിമർശകനുമായ ഡോക്ടർ പറക്കാല പ്രഭാകർ. കേരളത്തിൽ BJP അക്കൌണ്ട് തുറക്കില്ലെന്നും കേന്ദ്രത്തിൽ BJP ഇതര സർക്കാർ വരാനാണ് സാധ്യതയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഡോക്ടർ പറക്കാല പ്രഭാകരന്റെ ഭാര്യയാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. മദ്യനയ അഴിമതി കേസിൽ സ്ഥിരം ജാമ്യം തേടി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി റൌസ് അവന്യൂ കോടതിയെ സമീപിച്ചു. ഇടക്കാല ജാമ്യം 7 ദിവസം കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ നൽകിയ അപേക്ഷ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി രജിസ്ട്രി സ്വീകരിച്ചിരുന്നില്ല. റൌസ് അവന്യൂ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ഇല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ ജൂൺ 2-ന് തിഹാർ ജയിലിലേക്ക് മടങ്ങേണ്ടിവരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നും ഫലം വന്ന് 48 മണിക്കൂറിനകം പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്നും ജയറാം രമേശ്. സഖ്യത്തിൽ ഏറ്റവുമധികം സീറ്റുകൾ നേടുന്ന പാർട്ടിക്കായിരിക്കും
നേതൃത്വത്തിന്റെ സ്വാഭാവിക അവകാശമെന്നും ജയറാം രമേശ് PTIക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.